ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രധാന അബദ്ധമാണ് നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുടെ ലൈഫുമായി താരതമ്യം ചെയ്യുക എന്നുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഐ എം ജെബി, എ സർട്ടിഫൈഡ് ലൈഫ് കോച്ച്, റിലേഷൻഷിപ്പ് ആൻഡ് മൈൻഡ് സെറ്റ് കോച്ച്. കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാറുണ്ട്. അവൻ എത്ര നല്ല കാറാണ്, എത്ര വലിയ വീടാണ് അവൻ എത്ര നല്ല സാലറി ഉള്ള ജോലിയാണ്. നോക്ക്, എനിക്കിതൊന്നുമില്ല, എൻ്റെ സാലറി വളരെ കുറവാണ്, എനിക്ക് അത്ര വലിയ വീടൊന്നുമില്ല. അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുടെ ലൈഫുമായി താരതമ്യം ചെയ്യാറുണ്ട് അല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എന്തിലേക്കാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മറ്റുള്ളവരുടെ ലൈഫുമായി താരതമ്യം ചെയ്ത് നമ്മുടെ കുറവുകളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതൽ കുറവുകളല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൂട്ടുകാരെ, നമ്മൾ ഈ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കൂ. മാവ് മാമ്പഴം തരുന്നു, റോസാച്ചെടി റോസാപ്പൂകൾ തരുന്നു. അതൊരിക്കലും പരസ്പരം മത്സരിക്കുന്നില്ല. എന്താണോ അവരുടെ കടമ അത് ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. നമ്മളും അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? നമ്മൾ മറ്റൊരാളുടെ പതിപ്പല്ല, നമ്മൾ നമ്മളായി ജീവിക്കുക. നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തുക, അതിനെ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കഴിവുകളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധയും ഊർജവും കൊടുക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് കൂട്ടുനിൽക്കും. അതുപോലെ തന്നെ കൂട്ടുകാരെ, പ്രധാനമാണ് മറ്റുള്ളവരെ അവരുടെ സക്സസിൽ അഭിനന്ദിക്കുക എന്നുള്ളത്. അതൊരു നല്ല മനസ്സുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ അവരെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം അനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രപഞ്ചത്തിന് എന്തും നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ടിട്ട് നമ്മുടെ ശ്രദ്ധയും ഊർജവും എല്ലാം അതിലേക്ക് ഫോക്കസ് ചെയ്താൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? മറ്റുള്ളവർക്ക് നേടിയെടുക്കാനുള്ളത് അവർ നേടിയെടുക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നമ്മളും ചെയ്യാം. ഏറ്റവും സക്സസ് ആയിട്ടുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരെപ്പോഴും മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുകയും സ്വന്തം കഴിവുകളെ വികസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവർ മാത്രമേ സക്സസ് ആവുകയുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സക്സസ് ആകാൻ പറ്റുമോ അത്രയും സക്സസ് ആകണം. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. പഠിക്കുന്നതിന് പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല. ഓരോ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ മനസ്സിനെ സജ്ജമാക്കുമ്പോൾ നമുക്ക് പ്രായമാവുകയില്ല. 70-ാം വയസ്സിലും 20-കാരനെ പോലെ ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അർത്ഥവത്തായി ജീവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. കൂട്ടുകാരുടെ ജീവിതത്തിൽ എന്തുമാത്രം സക്സസ് ആകാൻ പറ്റുമോ അത്രയും സക്സസ് ആകണം. വേറൊന്നിനുമല്ല, ആരോടുമുള്ള വാശിക്ക് ഒന്നിനുമല്ല, നമ്മുടെ ഇന്നലകളോടുള്ള വാശിക്കാണ്. മറ്റുള്ളവരുടെ സക്സസിൽ സന്തോഷിക്കുക, ലൈഫിനെ സന്തോഷമായി മുൻപോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. താങ്ക്